ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ LeeTechy. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അപ്ഡേറ്റ് ആണ്, യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് ആണ്. പക്ഷേ അത്ര സുഖകരമായ ഒരു അപ്ഡേറ്റ് അല്ല, ഒരു ബാഡ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ തമ്മിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഒരു ബാഡ് അപ്ഡേറ്റ്. അപ്പോൾ എന്താണ് അപ്ഡേറ്റ്? അപ്പോൾ ഈ ഒരു കാര്യം അറിയാൻ വേണ്ടി നിങ്ങൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് തരണം. ഓക്കെ, മോട്ടിവേഷൻ ആണത്. അപ്പോൾ അതിനു വേണ്ടി എനിക്ക് ലൈക്ക് വേണം, പിന്നെ എന്താ പറയുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പോൾ കിടക്കാം. അപ്പം ഞാൻ എന്താണ് ഈ ഒരു ബാഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനി സബ്സ്ക്രൈബേഴ്സ് കുറയാൻ പോവുകയാണ്. ഒരു വലിയൊരു ഷോക്കിംഗ് ന്യൂസാണ്. നമ്മൾ ഇതുവരെ ഗെയിൻ ചെയ്തിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് കുറയാൻ പോവുകയാണ്. എപ്പം മുതൽ? 1-ാം തീയതി, ഡിസംബർ 1-ാം തീയതി 2023. ഇപ്പോൾ 2023 നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഇയർ എൻഡിൽ ഡിസംബർ 1 മുതൽ ഇത് ഇംപ്ലിമെൻ്റ് ആവാൻ പോവുകയാണ്. നിങ്ങളുടെ സബ്സ്ക്രൈബ് കുറയാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ സബ്സ്ക്രൈബർ കുറയുന്നത്, എന്ത് കാരണം കൊണ്ടല്ലേ? പല സംശയങ്ങൾ ഇപ്പോൾ നമുക്ക് പേടി തട്ടും അല്ലേ, എങ്ങനെയാണ് സബ്സ്ക്രൈബർ പോകുമ്പോൾ, എന്തുകൊണ്ട് സബ്സ്ക്രൈബർ കുറയും, അങ്ങനെ ടെൻഷനായി അല്ലേ. പക്ഷെ ഒരു കാര്യം നോക്കുമ്പോൾ, ഈ ഒരു സബ്സ്ക്രൈബർ കുറയുന്നതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഏത് സബ്സ്ക്രൈബറെയാണ് റിമൂവ് ചെയ്യാൻ പോകുന്നതെന്നും കൂടെ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻഷൻ കുറച്ച് കുറയും. ഓക്കെ, അതായത് പിന്നെ വീഡിയോ ഇത് ചെയ്യാൻ വേണ്ടി, അതായത് മോണിറ്റൈസ് ആവാൻ വേണ്ടി നമ്മളൊക്കെ പിന്നെ സബ് ഫോർ സബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കുറേ ഇമെയിലൊക്കെ ഫേക്ക് ഇമെയിൽ ID ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ വീഡിയോ കാണുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഇമെയിൽ ID യൂസ് ചെയ്യുന്നില്ല, ഒരു ആക്ടിവിറ്റിയും പിന്നെ ആ ഇമെയിൽ ID ഇല്ല. അങ്ങനെ വരുന്ന ഇമെയിലുകൾ പിന്നെ യൂട്യൂബ് എടുത്തു കളയാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറയാൻ പോകുന്നത് എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു അപ്ഡേറ്റ് ആക്ച്വലി ഈ ഒരു ന്യൂസ് ഓൾറെഡി യൂട്യൂബ് തന്നു കഴിഞ്ഞതാണ്. പക്ഷെ എന്നാൽ ഇനിയിപ്പോൾ ഈ വർഷമാണ് അത് ഇംപ്ലിമെൻ്റ് ആവാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 2 വർഷമായിട്ട് ഇൻആക്റ്റീവായിരിക്കുന്ന ജിമെയിലുകൾ, ഇൻആക്റ്റീവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇൻആക്റ്റീവ്, അങ്ങനെയുള്ള ജിമെയിലുകൾ യൂട്യൂബ് എടുത്തു കളയാൻ പോകണം. അത് ജിമെയിൽ തന്നെ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ആ ഒരു 2 വർഷത്തോളം യൂസ് ചെയ്യാത്ത ഇമെയിൽ റിമൂവ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള യൂട്യൂബും റിമൂവ് ആവും. 2 വർഷമാണ് ഞാൻ പറഞ്ഞത്, 2 വർഷം. അതായത് എന്തൊക്കെ ആക്ടിവിറ്റികളാണ് അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു ജിമെയിൽ ട്രാൻസാക്ഷനും ഒന്നും നടന്നിട്ടില്ല, അതായത് ഒരു കറസ്പോണ്ടിങ്ങും നടന്നിട്ടില്ല, ഒരു ഇമെയിൽ അയക്കുമോ അല്ലെങ്കിൽ ഇൻബോക്സിൽ എന്തെങ്കിലും ഇമെയിൽ ഒന്നുമില്ല, പിന്നെ അതിൻ്റെ ഒരു ഗൂഗിൾ ഡ്രൈവ് അതൊന്നും യൂസ് ചെയ്തിട്ടില്ല, പിന്നെ അതിലൂടെ നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ടിരുന്നു. 2 വർഷത്തിലെ ഇടയിൽ നമ്മളതിലേക്ക് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല, അതിൻ്റെ വില യൂട്യൂബ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും ചെയ്യാതെ സൈലൻ്റായിരിക്കുന്ന ഒരു ജിമെയിലാണ് ഞാൻ പറഞ്ഞത്. 2 വർഷം കഴിഞ്ഞാൽ അവരത് റിമൂവ് ചെയ്യും എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു ജിമെയിലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സാണ് കട്ടാവാൻ പോകുന്നത്. കാരണം ജിമെയിൽ ഇല്ലെങ്കിൽ പിന്നെ ആ സബ്സ്ക്രൈബറെ അവൈലബിൾ അല്ലല്ലോ, ആ സബ്സ്ക്രൈബറെ അവിടെ എക്സിസ്റ്റിംഗ് അല്ല. പിന്നെ ജിമെയിൽ പിന്നെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബറും കുറയും അല്ലേ. പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളെ വ്യൂ കുറയുന്നില്ല. ഓക്കെ, നിങ്ങളുടെ വാച്ച് അവറോ വ്യൂ അത് പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്കിപ്പോൾ വാച്ച് അവർ കാണിക്കുന്നതും നിങ്ങൾക്ക് വ്യൂ കിട്ടുന്നത് അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് സബ്സ്ക്രൈബേഴ്സിലൂടെ കിട്ടുന്ന വ്യൂ ആണത്. അവിടെ നിങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റുന്നില്ല. ഓക്കെ, സബ്സ്ക്രൈബിൻ്റെ കൗണ്ടിങ്ങിൽ മാത്രമേ കുറവായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ജെനുവിൻ സബ്സ്ക്രൈബേഴ്സിനെ വെച്ചിട്ട് അൺനെസസറി നമ്പേഴ്സ് കുറയുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് നമ്പേഴ്സ് കുറയും, മോണിറ്റൈസേഷനെ ബാധിക്കുക അതൊന്നുമില്ല. ഓക്കെ, അപ്പം നിങ്ങളെ വീഡിയോ ആസ് യൂഷ്വൽ നിങ്ങളെ വ്യൂ അതൊക്കെ കിട്ടിക്കോളും. പക്ഷേ അങ്ങനെ അപ്പോൾ ഇനി നിങ്ങൾക്കുണ്ടാവില്ല ഇഷ്ടം പോലെ ഇമെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളോട് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇനി ഈ 2023 ഡിസംബർ 1 ആവുന്നതിൻ്റെ മുൻപേ എങ്കിലും നിങ്ങൾ ദയവായിട്ട് എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് എത്ര ഇമെയിലുണ്ട് അതിനൊക്കെ ആക്റ്റീവാക്കി വെക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, നിങ്ങൾ അതിൽ ജിമെയിൽ ഇട്ടേക്കുക.
എന്തെങ്കിലും ഒരു കറസ്പോണ്ടിങ് ഒക്കെ ചെയ്യുക. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേരിലൊരു യൂട്യൂബ് ചാനൽ കണ്ട് ആ ഒരു ജിമെയിൽ ഐ ഡി യൂട്യൂബ് കാണാൻ തുടങ്ങുക. ഇത് പിന്നെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യുക. ഗൂഗിൾ ഡ്രൈവ് അല്ല, ജിമെയിലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ആയിട്ട് മറ്റേ നമ്മുടെ ഫോട്ടോസ് ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പിന്നെ ഇഷ്ടംപോലെ ഫോട്ടോസ് നമ്മളെ കമ്പ്യൂട്ടേഴ്സിലുള്ള ഫോട്ടോസൊക്കെ ഇപ്പം ഞാനൊക്കെ അങ്ങനെയാണ്. എൻ്റെതൊക്കെ എത്ര ജിമെയിലുണ്ട് അതിലൊക്കെ ഞാൻ നമുക്ക് മാക്സിമം 15 GB ആണല്ലോ ഫോട്ടോസിന് കിട്ടുന്നത് അല്ലേ. അപ്പം മാക്സിമം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കമ്പ്യൂട്ടേഴ്സിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഡ്രൈവിലേക്ക് ഡ്രൈവിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ഫോട്ടോസിലേക്ക്. അപ്പോൾ തന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും ആക്റ്റീവായിട്ടുണ്ടല്ലേ, നമ്മളെ ഫയൽസ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ആ ജിമെയിൽസ് ഒന്നും പോകില്ല. ഇതെനിക്ക് ആദ്യം അറിയായിരുന്നു ഈ ഒരു അപ്ഡേറ്റ്. ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുന്നുള്ളൂ. ഓൾറെഡി ഈ ഒരു ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞൊരു ഇൻഫർമേഷനാണ്. അപ്പോഴേ ഞാനിതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ജിമെയിലൊന്നും പോകില്ല. ഇപ്പം എൻ്റെ ജിമെയിലിലൂടെ ഞാൻ എത്ര യൂട്യൂബേഴ്സിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും എഫക്റ്റ് ചെയ്യില്ല. കാരണം എൻ്റെ എല്ലാ ജിമെയിലും വളരെ ആക്റ്റീവാണ്, അതൊന്നും റിമൂവ് ചെയ്യാൻ പോകുന്നില്ല, അതൊക്കെ അവിടെ ഉണ്ടാകും. അപ്പോൾ അതിലൂടെ ഞാൻ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അവർക്ക് പേടിക്കണ്ട, അവരുടെ യൂട്യൂബിലൊന്നും എൻ്റെ നമ്പേഴ്സ് കുറയില്ല, എൻ്റെ ജിമെയിലിൻ്റെ നമ്പർ അവർ കുറയില്ല. അതുപോലെ നിങ്ങളും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ പിന്നെ നല്ലതായിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. ഇതൊരു ബാഡ് അപ്ഡേറ്റ് നിങ്ങൾക്ക് വിചാരിക്കാം, സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്പർ കുറയും. പക്ഷേ ഇവിടെ ബാഡ് അപ്ഡേറ്റ്സിൻ്റെ കാര്യമൊന്നുമില്ല. ജെന്യൂൻ വ്യൂവേഴ്സ് മാത്രം, ജെന്യൂൻ സബ്സ്ക്രൈബേഴ്സായിട്ട് നിങ്ങളെ യൂട്യൂബ് മുന്നോട്ട് പോകും, അത്രയേ ഉള്ളൂ. വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു അപ്ഡേറ്റ് പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയ വീഡിയോ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള യൂട്യൂബിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളുമായി ഞാൻ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. പിന്നെ ടെക്നിക്കൽ ട്യൂട്ടോറിയൽസ് ഒബ്വിയസ്ലി നിങ്ങളുടെ പിന്നെ ഡിമാൻഡ് പ്രകാരം എന്ത് ടെക്നിക്കൽ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് വേണ്ടത് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ്. പിന്നെ ബ്ലോഗിങ്ങിനെ പറ്റി വല്ല സംശയങ്ങളുണ്ട് അതും ചോദിക്കാം. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ഇനിയും വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് എൻ്റെ മോട്ടിവേഷനാണ്, അത് തരാതെ വീഡിയോ ക്ലോസ് ചെയ്യരുത്. ഇപ്പം തന്നെ അവിടെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാലേ എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് നല്ല മഴയാണ്. ഇവിടെ ആ ഒരു സമ്മറൊക്കെ മാറി ഒരു മഴയൊക്കെ തുടങ്ങിയ ഒരു സമയമാണ്. പുറത്ത് മഴയുടെ ടിക് ടിക് ടിക്ക് ശബ്ദമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ഐ ആം സോ സോറി. പിന്നെ എന്താ പറയുക, സറൗണ്ടിങ് ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഒരുപോലെ ആവില്ല. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ till then, bye bye, signing off, Leena Sujit.